ചാക്കോച്ചായനോ? ചാക്കോച്ചായൻ തന്നെ ചാക്കോച്ചായ ഈ വഴിയൊക്കെ ആലപ്പുഴ വരെ പോവുക. അങ്ങോട്ട് KSRTC ഉള്ളല്ലോ. നീ എന്നെ ഇവിടെ നിന്ന് ഡ്രസ്സ് മാറുന്നേ? ഇന്ന് ഡ്യൂട്ടി ഇല്ലേ? അല്ല, ഡ്യൂട്ടി ഉണ്ട്. വരുന്ന വഴി വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി. അങ്ങനെ തോന്നുന്നില്ലല്ലോ. നീ സത്യം പറ. ദേവി, ഇത് ചാക്കോച്ചായൻ, ഇത് നമ്മുടെ അവിടെ ആരോടും പറയരുത്. ഇല്ലടാ. ഡ്യൂട്ടി സമയത്തും മദ്യപിച്ചെന്ന് പറഞ്ഞ് എന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുക. നന്നായി പോയി. മദ്യപിച്ചിട്ട് ബസ് ഓടിച്ച് നിന്നെ ഡിസ്മിസ് ചെയ്തില്ലല്ലോ. സത്യമായിട്ടും ഞാനൊന്നും മദ്യപിച്ചിട്ടില്ലായിരുന്നു ചാക്കോച്ചായ. പിന്നെ കുറ്റം തെളിയാതെ KSRTC നിന്നെ അങ്ങ് ശിക്ഷിച്ചു. തലേന്ന് രാത്രി ഞാൻ ശരിക്കും കൊള്ളിച്ചങ്ങ് അടിച്ചായിരുന്നു. പിറ്റേ ദിവസം രാവിലെ വണ്ടി എടുക്കാൻ നേരം അവർ ഊതിച്ചപ്പോൾ ഈ ബ്രീത്ത് അനലൈസർ ലൈറ്റ് കിടന്ന് കത്തി ഞാനങ്ങ് ഞെട്ടിപ്പോയെന്നേ. ഞെട്ടാനൊന്നുമില്ല. നിന്റെ ശ്വാസത്തിലും രക്തത്തിലും ഒക്കെ ആൽക്കഹോൾ ഉണ്ടായിരുന്നു, അത്ര തന്നെ. എത്ര നാളത്തേക്കാ സസ്പെൻഷൻ? 1 മാസം, അതും ശമ്പളമില്ലാതെ. സസ്പെൻഷനിലാണെന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടൊന്നുമില്ല. മോളിക്കുട്ടി എല്ലാ ദിവസവും ചോറും പൊതിയൊക്കെ കെട്ടിപ്പൊതിഞ്ഞ് എന്നെ ഇങ്ങോട്ട് വിടും. ഞാനിവിടെ വന്ന് യൂണിഫോം ഒക്കെ മാറ്റി ടൗണിലൊക്കെ കറങ്ങി നടന്നിട്ട് പാതിരാത്രി ആകുമ്പോൾ വീട്ടിൽ ചെല്ലും. ഇതാ നടക്കുന്നത്. വല്ലാത്തൊരവസ്ഥയായി പോയല്ലോ. ജോലിയും വരുമാനവും ഇല്ലാതെ 1 മാസം എങ്ങനെ തള്ളിവിടും നീ? ഒത്തിരി നാൾ കൂടിയിരുന്ന് ശമ്പളമൊക്കെ കൃത്യമായിട്ട് കിട്ടാൻ തുടങ്ങിയത്. അന്നേരപ്പോഴേ ഈ കുരുക്ക്. ഇനിയും കിട്ടാത്ത ശമ്പളം കിട്ടിയെന്ന് മോളിക്കുട്ടിയോട് കള്ളത്തരവും പറയേണ്ടി വരും. അനുഭവത്തിൽ നിന്ന് പഠിക്കുക, അല്ലാതെ എന്ത് പറയാനാ? പഠിച്ചു. എനിക്ക് മാത്രമല്ല, എന്നെപ്പോലുള്ള എല്ലാവർക്കും ഇതൊരു പാഠമാകട്ടെ.